മർക്കോസ് 11:24. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ബൈബിളിൽ വിശ്വാസം എന്ന വിഷയം അടിസ്ഥാന കാര്യമായി പറഞ്ഞിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെയും വിശ്വാസമെന്നത് മനുഷ്യന് ദൈവവുമായുള്ള ബന്ധത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ഒന്നാണെന്ന് ഗ്രഹിക്കാം. വിശ്വസിക്കുക എന്ന പദം ആഴമായതും വിശാലമായതുമായ അർത്ഥതലങ്ങളിലാണ് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഒരു പ്രതീക്ഷ മാത്രമല്ല, ആഗ്രഹം മാത്രമല്ല, ശുഭാപ്തി വിശ്വാസം മാത്രമല്ല, ഇവയെല്ലാം ഒത്തുചേർന്നിരിക്കുന്നതും എന്നാൽ അല്പം പോലും സംശയത്തിന് ഇടമില്ലാത്ത വിധം പൂർണ്ണവുമാണ്. കാണാൻ കഴിയാത്തതോ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതോ ആയ കാര്യത്തെ കാണുന്നതായും സംഭവിച്ചതായും ഗ്രഹിക്കാൻ വിശ്വാസം ആവശ്യപ്പെടുന്നു. ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും പൂർണ്ണമായി വിശ്വസിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. എന്നാൽ മനുഷ്യൻ്റെ വിശ്വസിക്കാനുള്ള പരിമിതി ദൈവത്തിന് അറിയാവുന്നതിനാൽ അതിനായി പ്രാർത്ഥിക്കുന്നവരെ അവിടുന്ന് പല മാധ്യമങ്ങൾ ഉപയോഗിച്ച് വിശ്വസിക്കാൻ പ്രാപ്തരാക്കും. ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ശക്തിയും അതിനാലുള്ള അനുഗ്രഹങ്ങളും നമുക്ക് ചിന്തിക്കാവുന്നതിലും വലുതാണ്. യേശു തൻ്റെ ശിഷ്യരോടും കേൾവിക്കാരോടും വിശ്വാസത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ അവിടുന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് വിശ്വസിക്കുക എന്നതാണ്. മരണത്തെ അഭിമുഖീകരിക്കുന്നവരോട് പോലും അവിടുന്ന് ഭയപ്പെടാതെ വിശ്വസിക്കാൻ കൽപ്പിച്ചു. ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നത് ഒരു സഹായത്തിനുള്ള അപേക്ഷ മാത്രമായി കാണുകയല്ല, ദൈവം അത് നൽകിത്തന്നു എന്ന് വിശ്വസിക്കുക എന്ന ശ്രേഷ്ഠമായ പാഠമാണ് ഇവിടെ അവിടുന്ന് നൽകുന്നത്. ഈ ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സെത്തിച്ചേരാൻ സമയമെടുക്കും. അതിന് ദൈവവുമായി കൂടുതൽ സമയം ചെലവിടണം. അവിടുത്തെ വചനം വായിച്ച് കൂടുതൽ ധ്യാനിക്കണം. പടിപടിയായി വിശ്വാസത്തിൻ്റെ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരണം. അങ്ങനെ വിശ്വസിക്കുന്നവർ ദൈവശക്തി ഈ ഭൂമിയിൽ വെളിപ്പെടാൻ ദൈവിക ഉപകരണങ്ങളായി മാറും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.